ജനസമ്പർക്ക റോഡ് ഷോകളുമായി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി രാഹുൽ ഗാന്ധി 2 ദിവസം കൊണ്ട് 12 റോഡ് ഷോകളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. സമീപ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി പ്രചാരണത്തിനിറങ്ങുന്നുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് RSSകാരുടെ കീഴിൽ ജീവിക്കാനല്ലെന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പറഞ്ഞു. സമ്പന്നരുടെ കടം മാത്രം മോദി എഴുതി തള്ളുകയാണെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കർഷകരുടെ കടം മുഴുവൻ എഴുതി തള്ളുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചു. വയനാട് അതിർത്തിയായ തമിഴ്നാട് നീലഗിരി താളൂരിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പര്യടനം ആരംഭിച്ചത്. തോട്ടം തൊഴിലാളികളുമായി സംസാരിച്ച ശേഷം 11 മണിയോടെ ബത്തേരിയിലെത്തി റോഡ് ഷോ തുടങ്ങി. തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് കൈകൊടുത്ത് 1.5 കിലോമീറ്റർ റോഡ് ഷോ. നൂറുകണക്കിന് പ്രവർത്തകർ പ്ലക്കാർഡുകളുമായി സ്വീകരിക്കാനെത്തി. വയനാട്ടുകാർക്ക് നന്ദി അറിയിച്ച രാഹുൽ ഗാന്ധി ഓരോ വയനാട്ടുകാരും കുടുംബത്തിൽ അംഗമാണെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരെയും BJPക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ രാഹുൽ വിമർശനം ഉന്നയിച്ചു. That the BJP is attempting to capture all the institutions of our country. These institutions are not the personal property of the Prime Minister. Let me make it very clear. The Congress party will not let the RSS change the constitution of India. സോണിയാഗാന്ധി വയനാട്ടിലെത്തുമെന്ന സൂചനയും നൽകി. ഇന്ത്യ മുന്നണി കർഷകർക്കൊപ്പമാണെന്ന് പുൽപ്പള്ളിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലും റോഡ് ഷോയിൽ നിരവധി പേർ അണിനിരന്നു. മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം, കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ എന്നിവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. വയനാടിന്റെ ആവശ്യങ്ങളടങ്ങിയ കത്ത് മാനന്തവാടി രൂപത കൈമാറി. വയനാട്ടിൽ MPയുടെ സ്ഥിരം പ്രതിനിധിയെ നിയമിക്കണമെന്നും വയനാടിനായി പ്രത്യേക പ്രകടന പത്രിക പുറത്തിറക്കണമെന്നും മാനന്തവാടി രൂപത ആവശ്യപ്പെട്ടു. കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. റിപ്പോർട്ടർ, വയനാട്.